ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ട് DTH കമ്പനിയെ കുറിച്ചാണ്. ഡിഷ് TV, വീഡിയോകോൺ. നമുക്കറിയാം, ഡിഷ് TVയും വീഡിയോകോണും ഒരേ സാറ്റലൈറ്റിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ സിങ് വെച്ചാൽ സിങ്ങാണ് പഴയ സാറ്റലൈറ്റിൽ വർക്ക് ചെയ്യുന്നത്. അത് നമുക്കറിയാം, മലയാള ചാനൽ 1000-ന്റെ മേലോട്ടാണ് വരുന്നത്. എന്നാൽ ഡിഷ് TVയും വീഡിയോകോണും 600-ലായിരുന്നു മലയാള ചാനൽ കിട്ടിയിരുന്നത്. ഉപയോഗിക്കുന്ന ഡിഷ് TV, വീഡിയോകോൺ ഇതിൽ നിങ്ങൾക്ക് നിലവിൽ കിട്ടിയിരുന്നത് 600-ലാണ് മലയാള ചാനൽ കിട്ടിയിരുന്നെന്നുണ്ടെങ്കിൽ പുതിയൊരു മാറ്റം വന്നിട്ടുണ്ട് ആ ചാനൽ നമ്പറിന്. ആദ്യം നമുക്ക് കിട്ടിയിരുന്നത് 3 അക്ക സംഖ്യയിലായിരുന്നു. ഇപ്പോൾ വരുന്നത് 4 അക്ക സംഖ്യയിലാണ്. അപ്പോൾ ആ മാറ്റം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഉപയോഗിക്കുന്ന സെറ്റ് ബോക്സ് ഓൺ ചെയ്യുമ്പോൾ അതിൽ ടിവിയുടെ സ്ക്രീനിൽ സോഫ്റ്റ്വെയർ ലോഡിംഗ് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ ഒരു കാരണവശാലും സെറ്റ് ബോക്സ് ഓഫ് ചെയ്യരുത്. അത് എങ്ങനെയാണ് എഴുതി കാണിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സെറ്റ് ബോക്സ് ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഴുതി കാണിക്കുന്നത് നോക്കാം. സെറ്റ് ബോക്സ് ഓൺ ചെയ്തപ്പോൾ അതിങ്ങനെയാണ് വരിക. സോഫ്റ്റ്വെയർ ലോഡാകുന്നത് നിങ്ങൾ കണ്ടല്ലോ, ഈ രീതിയിൽ വരും. ഇനി മലയാള ചാനൽ നമുക്ക് കിട്ടുന്നത് ആദ്യം നമുക്കറിയാം 600-ലായിരുന്നു. ഇപ്പോൾ കിട്ടുന്നത് 3106 3106. ആ നമ്പർ ഒന്ന് അടിച്ചു നോക്കാം. 3106 അടിച്ചു. സൂര്യ TV HD ആണ് വരുന്നത്. പിന്നീട് സൂര്യ TVന്റെ നോർമൽ ചാനൽ 3107. പിന്നീട് വരുന്നത് ഏഷ്യാനെറ്റിന്റെ HD 3108. പിന്നീട് വരുന്നത് ഏഷ്യാനെറ്റിന്റെ നോർമൽ ചാനൽ 3109. പിന്നീട് വരുന്നത് സി കേരളം HD 3110. പിന്നീട് വരുന്നത് സി കേരളം 3111. പിന്നീട് വരുന്ന ചാനൽ നമ്പർ 3112 മഴവിൽ മനോരമ. ഇനി ഓരോ ചാനലും കാണിക്കാം, നിങ്ങൾ കണ്ടു നോക്കുക ഏതൊക്കെ നമ്പറിലാണ് ചാനലുകൾ വരുന്നതെന്നുള്ളത്. അതിൽ 600-ന് കിട്ടിയിരുന്ന മലയാള ചാനൽ നമുക്ക് 3106 മുതലാണ് ഇപ്പോൾ വരുന്നത്. 3106 മുതൽ മേപ്പോട്ടാണ് വരുന്നത്. ബാക്കി സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ എന്നെ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ വോയിസ് അയക്കാം.